നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കോക്പിറ്റ് ഡ്രില്ലിനെ കുറിച്ചാണ്. എന്താണ് കോക്പിറ്റ് ഡ്രിൽ? നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നതിന് മുമ്പ് വാഹനത്തിൽ കയറിയിരുന്ന ശേഷം ചെയ്യേണ്ട സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയറിനെയാണ് കോക്പിറ്റ് ഡ്രിൽ എന്ന് പറയുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. നമ്മൾ വാഹനത്തിൻ്റെ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ സേഫ് ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് വാഹനത്തിനകത്തേക്ക് പ്രവേശിക്കുക. അകത്ത് പ്രവേശിച്ച ശേഷം നമ്മൾ സേഫായി സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യേണ്ട പ്രൊസീജിയറാണ് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. വാഹനത്തിൽ കയറിയ ശേഷം ആദ്യം പ്രയോറിറ്റി ലിസ്റ്റിൽ ആദ്യമായി ചെയ്യേണ്ട കാര്യമാണ് സീറ്റ് അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ കംഫർട്ടിനും വിസിബിലിറ്റിക്കും അനുസരിച്ച് നമ്മൾ സീറ്റിനെ കംഫർട്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സീറ്റ് കംഫർട്ടാക്കുന്നത് നമ്മൾ വലത് കൈ സ്റ്റിയറിംഗിൽ പിടിച്ചുകൊണ്ട് ഇടത് കൈ കൊണ്ട് സീറ്റിൻ്റെ അടിയിൽ വരുന്ന ലോക്കിൽ വലിച്ചുകൊണ്ട് നമുക്ക് സീറ്റിനെ പുറകോട്ടോ മുന്നോട്ടോ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ കംഫർട്ട് ആയതിനു ശേഷം നമ്മൾ സീറ്റ് റെഡിയാക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ സീറ്റ് കംഫർട്ടിംഗ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിരിക്കുന്നു. സീറ്റ് കംഫർട്ട് ചെയ്ത ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിററുകളെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് 3 മിററുകൾ തന്നിട്ടുണ്ട്. 2 സൈഡ് മിറേഴ്സും ഒരു റിയർ വ്യൂ മിററും തന്നിട്ടുണ്ട്. ഈ മിററുകളെല്ലാം നമുക്ക് കാണാൻ പാകത്തിന് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായി ചെയ്യേണ്ടത്. മിററുകൾ അഡ്ജസ്റ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ നമ്മുടെ സേഫ്റ്റിയിലേക്ക് കടക്കുക. നമ്മുടെ സേഫ്റ്റി എന്നത് നമ്മുടെ സീറ്റ് ബെൽറ്റ് ആണ്. സീറ്റ് ബെൽറ്റ് പ്രോപ്പറായി നമ്മൾ അറേഞ്ച് ചെയ്യണം. കംഫർട്ടായ രീതിയിൽ സീറ്റ് ബെൽറ്റിനെ വലിക്കുക. അതിനുശേഷം പ്രോപ്പറായി അതിനെ പ്രസ് ചെയ്ത് കണക്ട് ചെയ്യുക. സീറ്റ് ബെൽറ്റ് ചെയ്ത ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ താഴത്തെ വന്നിരിക്കുന്ന പെഡലുകളിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ക്ലച്ച് അപ്ലൈ ചെയ്യുക. ദെൻ ഗിയർ ന്യൂട്രൽ പോയിന്റിലേക്ക് കൊണ്ടുവരിക. ന്യൂട്രൽ പോയിന്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് കിടക്കുക. ന്യൂട്രലിലേക്ക് കൊണ്ടുവന്ന ശേഷം നമ്മൾ കീ ഓൺ ചെയ്യുകയാണ് ചെയ്യുക. കീ ഓൺ ചെയ്യുമ്പോൾ നമ്മളത് 3 സ്റ്റെപ്പായിട്ട് തന്നെ കീയെ ഓൺ ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് കീ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ലോക്ക് ഡിസ്കണക്ട് ആവുകയാണ്. ലോക്ക് വിടിപ്പിച്ച് തരും. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് താക്കോല് തിരിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ബാറ്ററി ഓണായി റീഡിങ്സ് എല്ലാം കാണിക്കും. എത്ര കിലോമീറ്റർ ഓടി, എന്തോരം ഫ്യൂവലുണ്ട്, എല്ലാ റീഡിങ്സും നമുക്ക് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കാണിച്ചു തരികയാണ് ചെയ്യുക. 3ാമത്തെ സ്റ്റെപ്പായിട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അങ്ങനെ 3 സ്റ്റെപ്പായി നമ്മൾ താക്കോലിനെ ഓൺ ആക്കുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത ശേഷം നമ്മൾ ചെയ്യേണ്ടത് പോകാനുള്ള ഗിയർ. നമ്മളെപ്പോഴും വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയറിലിട്ടാണ് എടുക്കുക. അതിനായി നമ്മൾ ഗിയർ ലിവറിനെ ലെഫ്റ്റിലോട്ട് ചേർത്ത് മുകളിലേക്ക് ഫസ്റ്റ് ഗിയർ ഇടുക. ദെൻ നമ്മൾ ഹാഫ് ക്ലച്ച് പോയിന്റ് അഥവാ ക്ലച്ച് ബൈറ്റിംഗ് പോയിന്റിലേക്ക് പെഡലിനെ കൊണ്ടുവരിക. ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലുകൾ റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ച് മോഡിലേക്ക് കൊണ്ടുവരിക. അതായത് ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ബൈറ്റിംഗ് പോയിന്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഇൻഡിക്കേഷൻ കൊടുക്കുക. റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക. ഇൻഡിക്കേറ്റർ ഇട്ട ശേഷം നമ്മൾ മിററിൽ ചെക്ക് ചെയ്യണം. നമ്മളെ ചേർന്ന് ഏതെങ്കിലും വാഹനങ്ങൾ വരുന്നുണ്ടോ. നമ്മളൊരു സൈഡ് ആംഗിളിൽ കിടക്കുന്ന വാഹനമാണ്. അത് നമ്മളൊരു മെയിൻ റോഡിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ മിററിൽ നന്നായി ക്രോസ് ചെക്ക് ചെയ്യുക. നമ്മുടെ സൈഡിൽ കൂടെ വാഹനങ്ങളൊന്നും വരുന്നില്ല, നമ്മളെ ചേർന്നൊരു വാഹനങ്ങളും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. അതിനുശേഷം ബ്രേക്കിൽ നിന്ന് പതുക്കെ കാലെടുക്കുക. ആക്സിലേറ്റർ വളരെ കുറച്ച് കൊടുത്തുകൊണ്ട് പതുക്കെ ബാലൻസ് ക്ലച്ച് റിലീസ് ചെയ്ത് നമ്മൾ വാഹനം ഓടിച്ച് കടന്നു പോവുകയാണ് പ്രോപ്പറായി ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൊസീജിയർ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബൈ.